എല്ലാവർക്കും നമസ്കാരം. സങ്കീർത്തനം 91:14 പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ സങ്കീർത്തനം ഇങ്ങനെ വായിച്ചു പോകുന്നവരും കാണാപ്പാടം അല്ലേ, ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ 91 സങ്കീർത്തനം വളരെ നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഇത് കാണാപ്പാടം ഒരുപാട് പ്രാവശ്യം ഒരു ദിവസം ചെല്ലുന്നവരാ. ഞാൻ ഉൾപ്പെടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ സങ്കീർത്തനം കാണാതെ പഠിച്ച് നമ്മൾ ചൊല്ലിക്കൊണ്ട് നടക്കുന്നവരാ അല്ലേ. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ദൈവം ഈ ഒരു ടോപ്പിക് ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് അങ്ങ് കൊണ്ടുതന്നത്. അപ്പോൾ ഞാൻ ചില വിഷയങ്ങളുടെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണിത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു എന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ ഓരോ വചനം എന്ന് പറയുന്നത് എന്താണ്, അത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം എഴുതപ്പെട്ടിരിക്കുന്നതല്ല അല്ലേ. ദൈവത്തിൻ്റെ വചനം എന്താണ്? ദൈവത്തിൻ്റെ വചനം സർവർക്കും വേണ്ടിയിട്ട്, അത് വിശ്വസിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന സകലർക്കും വേണ്ടിയിട്ട് എഴുതപ്പെട്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവം എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ദൈവം പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്താണ്, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, നമ്മൾ പല ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ദൈവമേ എനിക്കൊരു വിടുതൽ വേണമേ എന്നും ദൈവത്തോട് നമ്മൾ നിലവിളിക്കുന്നവരാ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ അല്ലേ. ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിലൊക്കെ ഞങ്ങൾക്കൊരു വിടുതൽ വേണം കർത്താവേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിലും ജോലി മേഖലകളിലും പഠനത്തിലും എന്ന് വേണ്ട കുടുംബജീവിതത്തിലെ സകല വിഷയങ്ങളിലും ഞങ്ങൾക്കൊരു വിടുതൽ വേണമേ എന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാ അല്ലേ. അപ്പോൾ അവിടെ ദൈവത്തിന് ഒരു ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ. എന്താണ്? അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. എന്ന് വെച്ചാൽ ദൈവത്തോട് ആര് പറ്റിച്ചേർന്നിരിക്കുന്നു അവരെയൊക്കെ ദൈവം വിടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയോ? ഇല്ല. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. എന്ന് വെച്ചാൽ ആ നാമത്തെ അറിഞ്ഞാലേ നമ്മൾക്ക് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ നാമത്തെ അറിയുന്നവനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവം ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അങ്ങോട്ട് നമ്മൾക്കറിയാം, സങ്കീർത്തനം 91 മുഴുവൻ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണല്ലേ. അപ്പോൾ ഞാൻ ഈ രണ്ട് വചനത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്, നമ്മളൊക്കെ വിടുതലിന് വേണ്ടി അവിടെയും ഇവിടെയൊക്കെ ഓടി നടക്കുന്നവരല്ലേ. ഞാൻ ഉൾപ്പെടെ, ഞാനൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്തോരം പൈസ മുടക്കി ഇതിലെല്ലാം പാഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ. എന്ന് വെച്ചാലും നമ്മൾക്ക് ഒന്നാമത് ഈ വിടുതൽ എന്താന്ന് പറഞ്ഞാൽ അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ രണ്ടാമത് എന്താണ്, അവിടെ ഒരു കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലൊക്കെ ഓട്ടമാണ്. എവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ, ഇവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ, അവിടെ ഒരു നല്ല ദൈവദാസനുണ്ട്, ഇവിടെ ഒരു നല്ല പ്രവാചകനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ലോകം മുഴുവൻ നമ്മൾ ഓടി നടക്കുകയാണല്ലേ. എന്നാൽ ഇപ്പോൾ വിചാരിക്കുക, ആ ഓട്ടമൊക്കെ ഓടിയ സമയത്ത് ഈ വചനത്തിന് മുൻപിൽ അന്ന് ഇരുന്നായിരുന്നെങ്കിൽ എവിടെയോ എത്തിപ്പോയേനെ എന്നൊക്കെ ഞാൻ ഇന്ന് വിചാരിക്കാറുണ്ട്. കാരണം ദൈവത്തിന് ഓരോ സമയമുണ്ട്, അപ്പോഴാണ് ദൈവം നമ്മൾക്ക് ഓരോന്നും പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഇനി കാര്യമില്ല അല്ലേ. എന്താണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ദൈവം എന്താണ്, നമ്മളുടെ കഴിഞ്ഞു പോയ നഷ്ടങ്ങളെയൊക്കെ നികത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. എന്ന് വെച്ചാൽ തുള്ളലും വെട്ടുകളെയും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെയൊക്കെ നമ്മൾക്ക് മടക്കി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്താണ് ഒരു വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ഓടി നടക്കുന്നവരാണെങ്കിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയുവാനുള്ളത് ഈ ഒരൊറ്റ കാര്യമായി. എന്താണ്? അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അത് ദൈവം നമ്മൾക്ക് തരുന്ന വാഗ്ദത്തമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ മതി. എങ്ങനെയാണ് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുക, വചനം അനുസരിക്കുക, പ്രാർത്ഥിക്കുക അല്ലേ. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ എന്താണ്, ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങളെ ദൈവം തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരും. ഓക്കെ, നമ്മൾ ആരെയും തേടി പോകണ്ട, ആരും വന്ന് നമ്മളെ വിടുവിക്കേണ്ട. ആരാ ഇറങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ മാത്രം അങ്ങ് പറ്റിച്ചേർന്നിരിക്കും. എത്ര വലിയ കുരുക്ക് പിടിച്ച വിഷയങ്ങളാണെങ്കിലും, ഒരു വിധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളാണെങ്കിലും അതിനെയെല്ലാം തകർത്ത് കളയുവാൻ ദൈവം ഇറങ്ങി വരും. എപ്പോഴാണ് ഇറങ്ങി വരുന്നത്? നമ്മൾ അവനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ, അവിടത്തോട് നമ്മളും പറ്റിച്ചേർന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കും. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഒരു പരിധിയുണ്ടല്ലേ. ദേവദാസന്മാർക്ക് പോലും ഒരു പരിധിയുണ്ട്. അവർക്ക് പ്രവർത്തിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഞാൻ പറഞ്ഞത് ഒരു മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ദൈവത്തിന് ഒരു പരിധിയുമില്ല. കാരണം എന്താണ്? ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാണ് അല്ലേ. അപ്പോൾ ദൈവത്തിന് പരിധിയില്ല, ദൈവത്തിന് എവിടെയും കടന്നു വരാം. അതുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് വിടുവിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. പഴയ നിയമം കൊണ്ട് തീർന്നോ? ദാവീദ് സങ്കീർത്തനം എഴുതിയത് കൊണ്ട് അവിടെ കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അവസാനിച്ചോ? ഇല്ല. അതേ ദൈവം ഇന്നും നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു.
പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണല്ലേ. പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്നിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ്റെ നാമത്തെ നമ്മൾ അറിയണം. ആ നാമത്തിൻ്റെ പവർ, ആ നാമത്തിൻ്റെ എന്താണ്, ആ നാമത്തിൻ്റെ വിടുതലുകൾ, അതിൻ്റെ ശക്തിയൊക്കെ നമ്മൾ അറിയണം അല്ലേ. അതിന് നമ്മൾ എന്താണ്, വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകാം എന്താ എഴുതി വെച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴക്കാലൊക്കെയും മടങ്ങുകയും സകല നാവും യേശു ക്രിസ്തു കർത്താവെന്നും പിതാവിൻ്റെ മുൻപിൽ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ എന്താണ്, സകലരും മുട്ടുമടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരും യേശു ക്രിസ്തുവിനെ ഇന്ന് തള്ളിപ്പറയുന്നവരൊക്കെ ഒരു ദിവസം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തലകുനിക്കേണ്ടി വരും. എന്ത് പറഞ്ഞിട്ടാണ്? യേശു ക്രിസ്തു കർത്താവാണെന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയേണ്ടി വരുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ആ നാമത്തിൻ്റെ പവർ അല്ലേ, ആ നാമത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് നോക്കിക്കും അല്ലേ. നമ്മൾക്ക് വേറെ ഏത് നാമമാണ് ഉള്ളതല്ലേ, ഇത്രയും മഹത്വമുള്ളൊരു നാമം എന്ന് വെച്ചാൽ അധോലോകം, അതായത് പൈശാചിക മണ്ഡലം, അതാണ് ഞാൻ അധോലോകം എന്ന് പറഞ്ഞത് കേട്ടോ. പാതാളത്തെ ഉദ്ദേശിച്ചതൊക്കെ നമ്മുടെ മുംബൈയിലുള്ള അധോലോകത്തെ അല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏത് പൈശാചിക മണ്ഡലങ്ങളും തകർന്നു പോകും. ഏതിലാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ അവർ വിറയ്ക്കും, അവർ തളർന്നു പോകും, അവർ തകർന്നു പോകും. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നാമത്തിന് മുന്നിൽ ഒരു പൈശാചിക ശക്തി വെളിപ്പെടുവാന്ന് വിചാരിച്ചു, അതിനോട് ഇവിടെയുള്ള വേറെ ഏതെങ്കിലും വലിയ വലിയ തമ്പ്രാക്കന്മാരുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അത് പോകുമോ? അത് പോകത്തില്ല. കാരണം അത് പറയും, ഞാൻ അവരെ കഴിഞ്ഞ് വലുതാടേ എന്ന് പറയും. ഓക്കെ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ ഒരു പൈശാചിക ശക്തികൾക്കും ഒരു ദുഷ്ടാത്മ ശക്തികൾക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ അത്രയും പവറാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. ആത്മീയ ജീവിതത്തിലോ ഭൗതിക ജീവിതത്തിലൊക്കെ നമ്മൾക്കൊരു ഉയർച്ച വേണം അല്ലെ. അതൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു സിമ്പിളാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന്, യേശു ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരുന്നാൽ അവൻ വിടുവിക്കും. രണ്ടാമത് എന്താണ്? അവൻ്റെ നാമത്തെ അറിയുകയാൽ അവൻ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കൂടുതൽ അവിടെ ഇവിടെ ഒന്നും ഓടേണ്ട കാര്യമില്ല. നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം തന്നെ നമ്മളെ വന്ന് വിടുവിക്കും, നമ്മളെ ഉയർത്തും. ആ നാമം നമ്മളെ ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കുക. നമ്മുടെ ഈ ദൈവത്തെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ ഇവിടെ എല്ലാം നമ്മുടെ വിടുതലുകൾക്ക് വേണ്ടി ഓടി നടക്കുമായിരുന്നു അല്ലേ. ഇന്ന് പലരും അല്ലേ അന്യദൈവ സേവയൊക്കെ നടത്തുന്ന പലരെയും വിചാരിച്ച് നോക്കിക്കും, അവരവിടെ ഇവിടെയൊക്കെ ഓട്ടമാണ്, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അവിടെ ഇവിടെയൊക്കെ ഓടുവാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ ഒരു പ്രത്യേക കാര്യത്തിന് മാത്രമേ അവിടെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത സ്ഥലത്ത് പോയി കഴിയുമ്പോൾ വേറെ പ്രത്യേക കാര്യത്തിന്, അങ്ങനെ ഓരോന്നിനും ഓരോരോരോരോ ദൈവങ്ങളാണ്. പക്ഷേ നമ്മൾക്ക് സകലത്തിനും ഒരൊറ്റ ദൈവം മതി. ആ ദൈവമാരാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലേ. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരെയും രക്ഷിക്കുവാൻ ആ ദൈവം ശക്തനാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന പദവിയും വലുതാണല്ലേ, ദൈവമക്കൾ എന്ന പദവി. എന്നിട്ട് എന്താണ്? ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, ഇന്നവർക്ക് മാത്രമെന്നാണോ? അല്ല, ഈ ദൈവത്തെ ആര് വിശ്വസിക്കുന്നു, ആരായി ഈ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു, അവരെയൊക്കെ ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കും. അത് ഇന്ന ക്രിസ്ത്യാനികൾക്ക് മാത്രമോ ഇവർക്ക് മാത്രമോ ഒന്നുമല്ല. യേശു ക്രിസ്തുവിനോട് ചേർന്ന് അല്ലെ, പിതാവാം ദൈവത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ആരിയ്ക്കുന്നു അവരെയൊക്കെ എന്താണ്? ദൈവം എന്താണ്? വിടുവിക്കും. അവനോട് പറ്റിച്ചേർന്നിരുന്നാൽ വിടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് എന്താണ്? എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ ദൈവത്തിൻ്റെ യഹോവയാം ദൈവത്തിൻ്റെ നാമം അല്ലെ, ആ നാമത്തെ നമ്മൾ അറിയുകയാണെങ്കിൽ എന്താണ്? ആ ദൈവം നമ്മളെ ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാനും ആ നാമത്തിൻ്റെ മഹത്വം എത്രത്തോളം വലുതാണെന്നൊന്ന് മനസ്സിലാക്കുവാനും നമ്മളൊന്ന് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ വചനത്തിൽ നിന്ന് അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ പൊരുളുകളെ നമ്മൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആത്മാവും വചനവും ചേർന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളൊന്നും കൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ മതി. ദൈവത്തിൻ്റെ നാമത്തെ ഒന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. ദൈവം നമ്മളെ ഉയർത്തും, നമ്മളെ വിടുവിക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നമ്മൾ ദൈവമേ എന്നെ ഒന്ന് വിടുവിക്കണമേ, എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ രോഗികളായി കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭാരത്തോടെ ഇരിക്കുന്നു, പല വിഷയങ്ങളും ദൈവമേ ഒരു വിടുതൽ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് നിലവിളിക്കുന്നതാണെങ്കിൽ അവരോടൊക്കെ ദൈവത്തിന് പറയുവാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാണെങ്കിൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.